എടാ എന്ന് പറയുമ്പോ പോടാ ആ സമയത്ത് പറയണം. എല്ലാരും ചക്കപ്പഴമൊക്കെ എടുത്താലും എന്തിനാണ് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നത്? ഞാൻ വിചാരിച്ചത് ഇത് കഴിഞ്ഞ് ഇവ പ്രാർത്ഥിക്കുന്നത്. ആരും പറയാത്തതാണ് എനിക്ക് പറയാനുള്ളത്. ഭയങ്കര ബോൾഡായിട്ടുള്ള ചക്കമാഷ് പറഞ്ഞ സ്ഥിതിക്ക് സ്ക്രിപ്റ്റ് കേട്ടാലും ഇല്ലെങ്കിലും എനിക്ക് ഓക്കെയാണ്, ഡബിൾ ഓക്കെ എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത്. അതായത് ഞാൻ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ പ്രശ്നമില്ല. സ്ക്രിപ്റ്റാണ് ഞാൻ പറഞ്ഞ ഈ പടത്തിൽ നിധിയുണ്ട്, ഈ പടത്തിൽ ഭൂതമുണ്ട്. അതെന്താണ് എന്നുള്ളതാണ് ക്യൂട്ട് നമ്മൾ റൂമിൽ സംസാരിക്കണം, പ്രണവത്തെ സംസാരിക്കണം. ദൃശ്യത്തിൽ ഇനി അടുത്തത് അത് ഓർക്കാതിരിക്കാൻ ഒരു വഴിയില്ലല്ലോ. ഭയങ്കര ലൂസിഫർ ചെയ്തോണ്ടിരിക്കും. ദൃശ്യം 2, ദൃശ്യം 3, ദൃശ്യം 1 എന്തൊക്കെയാണ് ഇത്? ദൃശ്യം ഒരു 10 വരെ ഉണ്ടാവും. അല്ല, അത് വിജയ് സേതുപതിയുടെ ഒരു പടമാണ്. അതാണ് ഏറ്റവും വലിയ അല്ല വിഷ്ണു ചേട്ടാ, അപ്പൊ തമിഴിലൊക്കെ ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജ് ഒക്കെ എങ്ങനെയായിരുന്നു? തമിഴ് സിനിമകളിൽ തമിഴാണ്, പക്ഷേ തെലുങ്ക് പടത്തിൽ തെലുങ്ക്. അപ്പൊ നമ്മൾ എങ്ങനെ പറഞ്ഞാലും നമുക്ക് നെയ്സൽ ഡ്രോപ്പുകൾ ഇല്ലാത്തതുകൊണ്ട് മൂക്കിൽ വയ്ക്കുന്ന മരുന്നല്ല. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഓരോ സീനും ഡബ് ചെയ്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടേ നമ്മുടെ റിസപ്ഷൻ വഴി പോകുമ്പോ മധുരൈ സംഗീതോത്സവം പോലെ ആയിരിക്കും. ഹായ് ഹലോ, നിധിയും ഭൂതം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്റെ കൂടെയുള്ള ചിത്രത്തിലെ താരങ്ങളാണ്. എല്ലാവരും നിറഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ചേട്ടാ, അനി ചേട്ടാ, ഇപ്പൊ ഈ സിനിമയിലെ നായക കഥാപാത്രമായിട്ടാണ് എത്തുന്നത്. ചെറുതായിട്ട് വിസമ്മതം മൂളും, പക്ഷെ നമ്മൾ സമ്മതിച്ചെടുക്കണം. അല്ല, എനിക്ക് മാത്രമല്ല എല്ലാവരും ഇതിൽ നായകരാണ് പറയുന്നത്. പ്രാധാന്യം ഉണ്ടല്ലേ? പക്ഷെ ഡയറക്ടർ നമ്മുടെ ഇപ്പൊ കൂടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നിധിയും ഭൂതത്തിൽ ശരിക്കും ഭൂതം ഉണ്ടോ? ഒരു മിസ്റ്ററിയാണ്. ഒരു സാങ്കല്പിക പരിപാടിയിലൂടെ പോകുന്നൊരു പരിപാടിയാണ്. അതില് ചെറിയ ഹൊറർ മിക്സ് ഉണ്ട്, പിന്നെ ഫണ്ണുണ്ട്, റൊമാൻസ് ഉണ്ട്, കോമഡി, ഫൺ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പാക്കാണ്. എല്ലാരും നായകന്മാരാണ്, പക്ഷെ അഞ്ച് പാട്ട് ഒരു ശരിക്കും തന്നെ ആ ഒരു ട്രെയിലർ കാണുമ്പോൾ അല്ലെങ്കിൽ പാട്ടൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അല്ലെങ്കിൽ നിങ്ങൾ 3 പേരെ പോസ്റ്ററിൽ തന്നെ കാണാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് കാണുന്നുണ്ട്. ശരിക്കും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ സിനിമയിൽ മൊത്തമായിട്ടുണ്ടാവും. ശരിക്കും നിങ്ങളുടെയൊക്കെ ക്യാരക്ടർ എങ്ങനെ, അതിനെ പറ്റി ഒന്ന് ഓരോരുത്തരായിട്ടൊന്ന് പറയോ? റാഫിക്ക, എന്തായിരുന്നു ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത? കഥാപാത്രം. അതായത് നമ്മളിപ്പോ മിനി സ്ക്രീനിലൊക്കെ കാണാം, ചക്കപ്പഴത്തിലൊക്കെ കാണുന്ന സമയത്തൊക്കെ ഭയങ്കര കോമഡി. ഈ സിനിമയിൽ അങ്ങനെ കോമഡി ത്രൂ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണോ? കോമഡി ഒക്കെ ഉണ്ട്, സീരിയസ് എല്ലാ പരിപാടിയും ഉണ്ട്. അത്യാവശ്യം എനിക്ക് സീരിയസും പറ്റും, എന്നാലും അത്യാവശ്യം നല്ല പരിപാടി. അനൂപ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. പിന്നെ ഈ ഞങ്ങള് 3 പേരും ഒരു വർക്ക്ഷോപ്പ് നടത്തണം, ബൈക്ക് വർക്ക്ഷോപ്പ്. ഞങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന കുറെ കഥാപാത്രങ്ങൾ. അപ്പൊ അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു ജേണി വരുന്നത്. അതിൽ പക്ഷേ ഇപ്പൊ എല്ലാവർക്കും ഒരു തുല്യമായിട്ടുള്ള ഒരു പ്രാധാന്യം തന്നെയായിരുന്നു ഈ സിനിമയിൽ. നേരത്തെ പറഞ്ഞ പോലെ നായകൻ എന്നുള്ളതല്ല, കൂടുതൽ എല്ലാവർക്കും ഒരു പ്രാധാന്യം. മെയിൻലി ഞങ്ങള് 3 പേരുമാണ്. അശ്വത്ത്, ഞാൻ, റാഫി, പിന്നെ ഇയാള്, പിന്നെ ഇവര് 2 പേരും. അങ്ങനെ സ്ക്രിപ്റ്റാണ്
അതുപോലെ തന്നെ നൈറ, ഇപ്പൊ ഇത് മുൻപ് ഏതൊക്കെ മൂവീസാണ് ചെയ്തിട്ടുള്ളത് ഇതിന് മുൻപൊക്കെ? ഞാൻ ഫസ്റ്റ് ചെയ്തത് കൈലാഷേട്ടൻ നായകനായിട്ടുള്ള മാത്തുക്കുട്ടിയുടെ വഴികൾ, അതിനുശേഷം നേർച്ചപ്പെട്ടി, ഴ, ക്രൗര്യം എന്ന് പറഞ്ഞ ഒരു 4 മലയാളം മൂവി റിലീസായത്. then തമിഴിലൊരു 3 പടം, അതിലൊന്നാണ് റെബൽ, ജി.വി. പ്രകാശിന്റെ. ഓക്കെ, ജി.വി. പ്രകാശ് സാറിന്റെ മൂവിയായിരുന്നു. അപ്പൊ ഈ സിനിമയിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു ഫോർമേഷൻ ഒക്കെ എങ്ങനെയാണ്? ഇതേവരെ ആരും പറയാത്തതാണ് എനിക്ക് പറയാനുള്ളത്. ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഇതേവരെ മലയാളത്തിൽ ഒരു ലേഡി ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അല്ല, ആ നായികക്ക് പറയാൻ അനുവദിക്കും. നേരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ ഒന്നും അല്ല. ഇപ്പോ ഈ 3 പേരും നടത്തുന്ന വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ലൈഫ് കോമ്പൗണ്ടിലേക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നു എന്ന് പറഞ്ഞു. അതിലൊരു ക്യാരക്ടറാണ് സമൃദ്ധി എന്ന് പേരുള്ള ഒരു ക്യാരക്ടറാണ് എന്റേത്. സോ ഇവരുടെ ഇടയിലേക്ക് എത്തുന്നു. അത് ഞങ്ങളൊരു ആൽബം ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. സോ അതില് ഹീറോയിൻ ആയിട്ടാണ് വരുന്നത്. നിങ്ങള് സോങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതിന്റെ അകത്തും ഒരു ഷൂട്ട് നടക്കുന്നത് പോലെയാണ് ഞങ്ങളത് ചെയ്തേക്കുന്നത്. സോ അങ്ങനെ വരുന്ന ഒരു ക്യാരക്ടറാണ്. എന്റെ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ പറയാൻ പോയാൽ നമ്മളത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ ഈ സിനിമയിലോട്ട് എങ്ങനെയാണ് എത്തുന്നത്? ഈ ഒരു സിനിമയിലെ ഒരു കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നൈറ വേണമെന്ന് അങ്ങനെ ഒരു ഡയറക്ടർ എങ്ങനെയായിരുന്നു ഇതിലോട്ട് എത്തുന്നത്? നമ്മുടെ പടത്തിന്റെ ചീഫ് അസോസിയേറ്റ് ചാക്കോ കാഞ്ഞപ്പറമ്പിൽ, ചാക്കോ മാഷ് എന്ന് ഞാൻ വിളിക്കുന്നത്. അത് ഞാൻ എടുത്ത് പറയാൻ കാരണം ചാക്കോ മാഷ് എന്നാണ് ഞാൻ വിളിക്കുക. സോ അതുകൊണ്ട് ഇവരൊക്കെ ചാക്കോ മാഷ് എന്ന് പറയുമ്പോൾ വേറെ ക്യാരക്ടറിലേക്കൊക്കെ പോകും. ചാക്കോ മാഷാണ് പറഞ്ഞത്, ഇങ്ങനെ സാജൻ സാറിന് എന്റെ ഇൻട്രോ കൊടുത്തത്. സോ അങ്ങനെയാണ് ഞാൻ ഈ പടത്തിലേക്ക് വരുന്നത്. സോ ചാക്കോ മാഷ് പറഞ്ഞ സ്ഥിതിക്ക് സ്ക്രിപ്റ്റ് കേട്ടാലും ഇല്ലെങ്കിലും എനിക്ക് ഓക്കെയാണ്, ഡബിൾ ഓക്കെ എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത്. സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്കൊന്നും കൂടെ ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ പടത്തിലേക്ക് അടുത്ത അശ്വന്തേട്ടൻ എങ്ങനെയായിരുന്നു ക്യാരക്ടറിന്റെ ഒരു നമ്മൾ 3 പേരുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ച് ഹൈ ആണ്, മീൻസ് എടുത്തു ചാടി കാര്യങ്ങൾ പറയും, സംസാരിക്കുക, ഇടപെടുകയും ചെയ്യുന്നു. അപ്പൊ അതിലൂടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ളൊരു ഇതാണ്. അപ്പൊ എല്ലാത്തിലും പെടുന്ന, അല്ലെങ്കിൽ എല്ലാത്തിലും ചതിക്കു, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ല, അത് നമ്മുടെ ലൈഫിലൊക്കെ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടാവും. അപ്പൊ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ സുഹൃത്തുക്കൾക്ക് വേണ്ടി പെട്ടുപോകും. അതല്ലേ. അതുപോലെ അഖിൽ ചേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? ക്യാരക്ടറിന്റെ പേര് എന്റെ ക്യാരക്ടർ പേര് സാജൻ. സത്യം കറക്റ്റ് ആയിട്ടുള്ള പേരാണോ അത്? അത് പടത്തിന്റെ ഡയറക്ടറിന്റെ പേര് സാജൻ ജോസഫ്. എന്റെ ക്യാരക്ടറിന്റെ പേര് എനിക്ക് സത്യത്തിൽ എന്റെ ക്യാരക്ടറിന് ഒരു പേരില്ല. സത്യാവസ്ഥ അതായിരുന്നു. ഞാനിപ്പോ റൈറ്റർ ജയപ്രകാശിന്റെ അടുത്ത് കേറുന്നതിന് ജയപ്രകാശ് എന്റെ ക്യാരക്ടർ പേര് റൈറ്റർ വേണ്ട. എന്റെ ക്യാരക്ടർ ഇതിനകത്ത് ഈ സിനിമയ്ക്കകത്തൊരു ആൽബം സോങ് ഷൂട്ടിംഗ് ഉണ്ട്. അതായത് ഈ മെയിൻ പ്രശ്നത്തിനെ കൊണ്ടുവരുന്നു ഞാൻ. അതായത് ഞാൻ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ പ്രശ്നമില്ല, ഞാനാണ് ഈ പ്രശ്നത്തിനെ കൊണ്ട് അവിടെ വരുന്നത്. പിന്നെ ഒരു പാട്ട്, കുറച്ച് സീക്വൻസ് ഇവരൊക്കെ ആയിട്ട്, അതാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ എല്ലാവരും കൂടി സംസാരിക്കുന്നത് ഇത് തന്നെയായിരിക്കില്ല സിനിമ എന്ന് പറയുന്നത്. ഇതിൽ ഈ കോമഡി ഒക്കെ തന്നെയായിരിക്കില്ല സിനിമ. നിങ്ങളുടെ ഒരു കെമിസ്ട്രി അല്ല, ശരിക്കും നിങ്ങളുടെ ഒരു കെമിസ്ട്രി കാണുന്നുണ്ട് ആ സിനിമയിൽ. ഇങ്ങനെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ? വിഷ്ണു ചേട്ടൻ ഇപ്പൊ ഇവിടെ നിന്ന് കുറെ കൗണ്ടർ അടിച്ചോണ്ടിരിക്കുന്നത്. വിഷ്ണു ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു ഇത് സിനിമയിൽ എനിക്ക് കൗണ്ടർ ഇല്ല. ഞാൻ ഇതിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു പോലീസുകാരന്റെ ക്യാരക്ടറാണ്. ഇവരുടെ കൂടെ ഇവരുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ഏർപ്പെടുന്നതും ഒക്കെ അത് വെച്ചിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒരു അപ്പൊ അങ്ങനത്തെ ഒരു കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു പരിപാടിയാണ് അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. അപ്പൊ അതിലിങ്ങനെ കൗണ്ടർ ഒന്നുമില്ല. ഇവരുമായിട്ടൊന്നും വഴക്കും പരിപാടിയും ഇവരെ എനിക്കൊന്ന് ലിറ്ററലി കുഴി ചാടിക്കുകയും ഒക്കെ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ. അതുകൊണ്ട് സെറ്റിൽ ഈ പറയുന്ന പോലെ ഷോർട്ടിൽ കൗണ്ടറുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലുള്ള തമാശകളും പരിപാടികളും ഒക്കെയാണ്. പിന്നെ എല്ലാവരുമായിട്ട് മുന്നേ ഉള്ള സൗഹൃദവും ഒക്കെ നമ്മുടെ സിനിമയിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിക്കലി സിനിമയിൽ ഇത് നമ്മളിങ്ങനെ ഇരുന്ന് പറയുന്ന പോലല്ലോ, ഇത് വർക്കാകുക. ഈ സിനിമയിൽ പറയുന്ന സീനിൽ നമ്മളെ കോമഡികൾ വർക്കാകുക എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അത് കെമിസ്ട്രി പാസ്സാകുക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അത് ഭയങ്കര അത് വർക്കാവട്ടെ എന്നുള്ളതാണ്. അപ്പൊ അത് എന്തായാലും നമ്മൾ കണ്ടെത്തോളത്തോളം നന്നായി വന്നിട്ടുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയാണ്. പിന്നെ അത് തിയേറ്ററിൽ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ അത് കുറച്ചുകൂടെ
വേറൊരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് OTT-ലേക്ക് വെയിറ്റ് ചെയ്യാതെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക എന്നുള്ളതാണ്. കാരണം ഇത് പ്രത്യേകിച്ച് ഇതൊരു ഹൊറർ അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് മിസ്റ്ററി, ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന പോലെ ഇതിന്റെ കഥയുടെ ഒരു ഒഴുക്കുണ്ട്. അടുത്ത എന്താണ് എന്നുള്ളൊരു സാധനമുണ്ട്. റൈറ്റ് ഫ്രം ദ ടൈറ്റിൽ, ഇപ്പം നിധിയും ഭൂതം എന്നുള്ള ഒരു ടൈറ്റിൽ നിന്ന് തന്നെ ആ ഒരു ജിജ്ഞാസ പടത്തിൽ ത്രൂ ഔട്ടുണ്ട്. അങ്ങനെയാണ് ഈ പടം മൊത്തത്തിൽ പോകുന്നത്. 2 മണിക്കൂറുള്ള ചെറിയ ഒരു പടമാണ്, പക്ഷെ ആ സ്ക്രീൻ പ്ലേ അങ്ങനെയാണ് പോകുന്നത്. എനിക്കൊന്നും നമ്മളെല്ലാവരും ഇതിലേക്ക് ഇന്നായത് ആ കഥയുടെ ഒരു പേസിങ്ങിന്റെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതെന്തായാലും നമ്മളിപ്പോ ചെയ്തു വെച്ചിടത്തോളം നമ്മൾ വർക്കാണ്. പക്ഷെ ഇനി അത് ആൾക്കാരോട് ഏറ്റെടുക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിലാണുള്ളത്. അതെ, കറക്റ്റ്. അല്ല, ഈ നിധിയും ഭൂതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പണ്ട് അമർ ചിത്രകഥയിലൊക്കെ നമ്മളിപ്പോഴും കേൾക്കാതെ ഒരു നിധി കാക്കുന്ന ഭൂതം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു എലമെന്റ് എടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് എല്ലാവരിലും എത്തിക്കണം, അല്ലെങ്കിൽ എല്ലാവരിലും അത് വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു അങ്ങനെ ഒരു ചലഞ്ച് അല്ലേ ശരിക്കും പറഞ്ഞത് വർക്ക് ആവുക എന്നുള്ളത്? പിന്നെ തീർച്ചയായും അല്ല, ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇടുക എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ലോക്ക എന്ന് പറഞ്ഞ സിനിമ നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണാൻ നേരത്ത് ഒരു സെക്കൻഡ് പാർട്ട് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴാണല്ലോ ഇതിനെ നമ്മുടെ എല്ലാ ഫോക്ലോറുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തിട്ട് അതൊരു വേറൊരു സ്പേസും ഒക്കെ ആയി, അതിനൊരു യൂണിവേഴ്സ് ആയി, അതിന്റെ സെക്കൻഡ് പാർട്ടും പിന്നെ കുറെ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് വരുന്നതൊക്കെ. അപ്പൊ ഈ ഫോക്ലോറുകൾ എടുക്കുമ്പോഴും അല്ലെങ്കിൽ അമർചിത്ര കഥ എടുക്കുമ്പോഴും അത്രത്തോളം റിസ്ക്കിയാണ് ഇതിനെ കണക്ട് ചെയ്യുക. അപ്പൊ എനിക്കൊന്ന് ഈ പടത്തിന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അതാണ്. അങ്ങനെ ഒരു സാധനത്തിനെ എടുത്തിട്ട് ഇപ്പോഴത്തെ ഒരു ലൈവ് സാധാരണക്കാരുടെ ഇടയിലേക്ക് കൊണ്ടിടുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാണ് ഇതിന്റെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അത് അവരെങ്ങനെ ഇത് ചെയ്ത് തീർക്കുന്നു. ഇങ്ങനെ ഒരു 3 ബാച്ചിലേഴ്സിന്റെ ഇടയിലേക്ക് എന്താണ് ഈ ബാച്ചിലേഴ്സിന്റെ ഇടയിലെ നിധി, എന്താണ് ഇവർ ഡീൽ ചെയ്യേണ്ട ഭൂതം എന്നൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് വന്നേക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അത് രസകരമായിട്ട് അതിനെ പാക്ക് ചെയ്ത് എനിക്കൊന്ന് ഇപ്പോഴത്തെ ഒരു വെബ് സീരീസുകളുടെ ഒക്കെ ഒരു മൂഡിലുള്ള ഒരു നറേറ്റീവ് സ്ട്രക്ചർ ഒക്കെ ഉള്ള ഒരു പടമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ഫ്രണ്ട്ഷിപ്പിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും നാട്ടിലുള്ള ആളുകൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയായിരിക്കും ഈ മൂവി. അങ്ങനത്തെ എലമെന്റ്സ് ഒക്കെ ഉണ്ട് അല്ലെ? നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത് നമ്മളുള്ള ഓരോരുത്തരാണെന്ന് ശരിക്കും കാണാൻ പറ്റുമായിരിക്കും ഈ സിനിമ. കാണാൻ പറ്റട്ടെ. നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാലും വർക്ക്ഷോപ്പും അങ്ങനെയെല്ലാം നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. ആ കാഴ്ചകളിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സും ഉണ്ട്. അതെ, ശരിക്കും ഇതിൽ ഇപ്പൊ അശ്വന്ത് പറഞ്ഞ പോലെ ഇതിൽ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള എല്ലാ പരിപാടിയും ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞ ഈ പടത്തിൽ നിധിയുണ്ട്, ഈ പടത്തിൽ ഭൂതമുണ്ട്. അത് എന്താണ് എന്നുള്ളതാണ്. അതെങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ നാട്ടുപുറം അല്ലെങ്കിൽ ഇവിടെ ഒരു വർഷം ഇവിടേക്ക് എവിടെയാണ് നിധി അല്ലെങ്കിൽ ഭൂതം, ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ത്രില്ലിങ് എന്താണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പരിപാടി എന്നുള്ള അത് ഇതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് എവിഡൻ്റ്ലി ഉണ്ട്. അല്ലാതെ നമ്മൾ മറ്റേ പടത്തിന് കണക്ട് ആവാത്ത ഒരു ടൈറ്റിൽ വെച്ചിട്ട് ചുമ്മാ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിധിയും ഭൂതവും ഒന്നും ഇട്ടതല്ല. ഇത് ലിറ്ററലി പടമായിട്ട് കണക്ഷൻ ഉള്ള ടൈറ്റിൽ തന്നെയാണ്. ഭൂതമൊക്കെ വിചാരിച്ചിട്ട് പിള്ളേർക്കൊന്നും കൊണ്ടുവന്ന പ്രശ്നമുള്ള പിള്ളേരെ കൊണ്ടുവരാം. പ്രേതപ്പടമൊന്നും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോ പിള്ളേരെ കൊണ്ടുവരില്ല. അങ്ങനല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മുടെ നല്ല ക്യൂട്ട് പ്രേതം. അതിലൊരു ട്രെയിലറിൽ ഒരു ആക്ട്രസിന്റെ അല്ലെങ്കിൽ ഒരു കണ്ണിന്റെ ഒരു ഭാഗം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ശരിക്കും അത് കാണുമ്പോൾ തന്നെ ഒരു പേടിയാവുന്നുണ്ട്. അതായത് ഒരു സീനില് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മിസ്റ്റീരിയസ് ആണെന്ന് തോന്നുന്നുണ്ട് ആ സിനിമയിൽ. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ മൂവി എന്ന് പറയുന്നത്. അതെ, തീർച്ചയായും. കണ്ടു മാത്രമല്ല, വേറെയും പലതുണ്ട്. അതുപോലെ അശ്വന്തേട്ടാ, ഇപ്പൊ പ്രണവിന്റെ മൂവീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? മൂവി ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു പുള്ളിയുടെ കൂടെ ആ പുള്ളിയുടെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു സിനിമ കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു പുള്ളിയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? സന്തോഷമാണ്. പടം കണ്ടതിന് ശേഷം സംസാരിച്ചു, ഹാപ്പിയാണ്. പിന്നെ നമുക്ക് പേഴ്സണലി ഭയങ്കര ടച്ചുള്ള ഒരാളുടെ മൂവി അത് തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കുള്ളൊരു സന്തോഷം ഉണ്ടാവും. അത് ഭയങ്കര അത് ഈ കൂട്ടത്തിലിരിക്കുന്ന ആരുടേതായാലും അതുപോലെ തന്നെയാണ്. ആ ഒരു ഫീൽ ഉണ്ട്. അത് അവരെ വിളിച്ചു പറയുമ്പോഴാണ് കുറച്ചുകൂടെ സന്തോഷം വരുന്നത്. അങ്ങനെ സക്സസിലേക്ക് വളരട്ടെ എല്ലാവരും. അല്ല, ഒരു പേഴ്സണലി ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഇത്ര ഒരു ഗ്രോത്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. നല്ലൊരു സിനിമയുടെ ഭാഗമാവെന്ന് പറയുമ്പോൾ ഈ മൂവിയുടെ കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ പുള്ളിയുടെ അടുത്ത്? ഇല്ല. ഏത് മൂവിയുടെ? ഈ മൂവിയുടെ ഇതൊക്കെ സംസാരിക്കാറുണ്ട്. നമ്മൾ അടുത്ത ചെയ്യുന്ന പ്രൊജക്ടിനെ പറ്റി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ സംസാരിക്കാറുണ്ട്. അടുത്ത ഇതാ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത്. പിന്നെ കൂടുതൽ ഇങ്ങനെ മൂവി റിലേറ്റഡ് ടോക്ക് ഒന്നും അല്ല.
നിങ്ങൾ എന്താണോ സംസാരിക്കുക? അതെ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇത്ര നേരം റൂമിന്റെ അതിൽ സിനിമയെ പറ്റി എന്തെങ്കിലും സംസാരിക്കാം? അല്ല അതെ, നമുക്ക് പ്രണവിന്റെ അടുത്ത് എന്താ സംസാരിക്കുന്നത്? നമ്മൾ റൂമിൽ സംസാരിക്കുന്ന പ്രണവത്തെ സംസാരിക്കാൻ നമ്മൾ സംസാരിക്കുന്നത് തന്നെ സംസാരിക്കുന്നത്. അല്ലേ? ഓക്കെ ഓക്കെ. ഇനിയിപ്പോ എന്ത് പറയാൻ? അല്ല ഞാൻ വിചാരിച്ചിട്ട് അതെ പ്രണവി നടക്കാൻ എനിക്കൊന്ന് ഇവനെ മറ്റേ നടക്കാനൊക്കെ വിളിക്കുന്നുണ്ടാവും. ഇപ്പൊ മറ്റേ ഞാൻ നടക്കാനൊന്നും പറ്റില്ല. പ്രണവി നടത്തത്തിന്റെ ആളല്ലേ, കുറെ യാത്രകളൊക്കെ ചെയ്യുന്ന അങ്ങനെ നീളം പുള്ളി വേറൊരു വൈബ് 50 കിലോമീറ്റർ ഒക്കെ ഡെയിലി നടക്കുന്ന ആളാണ്. ഞാൻ ഫ്രണ്ട് അല്ല പുള്ളിയുടെ, എന്നിരുന്നാലും നമുക്കും പുള്ളിയുടെ സക്സസിൽ സന്തോഷമാണ്. അത് പുള്ളിയുടെ ഒരു ക്യാരക്ടർ. അതെ അതെ, അത് ശരിയാണ്. പിന്നെ അനീഷേട്ടൻ കുറെ മുൻപ് കുറെ മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഒരു ഗ്യാപ്പ് വരാനുള്ള ഒരു കാരണം? ഇടയ്ക്ക് ചില ഒരു മൂവി ചെയ്യും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വരാൻ എന്താണ് ഒരു കാരണം? ഞാൻ ഒന്നാമത് ഇപ്പൊ ഇവിടെ എറണാകുളത്തില്ല, കൊച്ചിയിൽ നിൽക്കുമ്പോഴാണ് എന്താ വെച്ചാൽ എല്ലാവരും ഇപ്പൊ നമ്മളൊരു കോഫി ഷോപ്പ് പോയാൽ പോലും ആരെങ്കിലും കാണാം, അപ്പൊ ഓർക്കും ആൾക്കാർ. ഇപ്പൊ ഇഷ്ടം പോലെ ആൾക്കാരല്ലേ, നമ്മൾ എന്നെ പോലെയുള്ള ആൾക്കാർ ഒരുപാട് പേര്. പിന്നെ സോഷ്യൽ മീഡിയ വേറൊരു രീതിയിലേക്ക് ഗ്രോത്ത് ആയപ്പോ പുതിയ സെലിബ്രിറ്റികൾ കുറെ ആൾക്കാർ വന്നു. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ഉദാഹരണത്തിന് അനൻഷ എന്ന് പറയും. അനൻഷ ഒക്കെ വരുമ്പോ ഇപ്പൊ ദുൽഖറോ അല്ലെങ്കിൽ ടൊവിയൊന്നും വരുന്നതിനേക്കാളും ഇതിനൊന്നും വരുന്നേക്കാളും ക്രൗഡാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നു. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവാം. നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു കാര്യം. ഓർക്കുക എന്നുള്ള സാധനം സത്യം സത്യം നമ്മളെ ഓർമ്മിപ്പിക്കുക. അതെ, ദൃശ്യത്തിൽ ഇനി അടുത്തത് വരുന്നത് അത് ഓർക്കാതിരിക്കാൻ ഒരു മടിയില്ലല്ലോ. അത് ഓർത്തല്ലേ പറ്റുള്ളൂ. അതെ, 3 പാട്ടായില്ലേ. അളിയനായിട്ട് ഇനി വരും ഉണ്ട്, ത്രൂ ഔട്ട് ആയിട്ടുണ്ട്. എന്താ വേറെ എന്ത് കട്ട് ചെയ്തല്ലോ, രക്തബന്ധം സെക്കൻഡ് പാർട്ട് ഇറങ്ങിയപ്പോ അനീഷ് എന്റെ പെയ്ഡ് റിവ്യൂസ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അളിയനെ കൂട്ടാതെ വളരെ ഒരു ബുദ്ധിമുട്ട്. അല്ല, എന്നിട്ട് ഞാൻ വിചാരിച്ച അവസാനമേ ട്വിസ്റ്റില് അളിയൻ വരുമോ? പക്ഷെ അത് നന്നായിട്ടാ. അതല്ല, അളിയനെ ആൾക്കാർ കാത്തിരുന്നു. അളിയനെവിടെ? ഓ, അളിയന്റെ ഒരു വരവുണ്ട്. അല്ല, ശരിക്കും പറഞ്ഞു ഗ്യാപ്പ് എടുത്താൽ വലിയൊരു സിനിമയിൽ വരാൻ പോകുന്നുള്ളൂ അല്ലേ? അല്ല, അനീഷിന്റെ ഏറ്റവും ഞാൻ എപ്പോഴും അനീഷിന്റെ ഇതിൽ കാണുന്ന കാര്യം, അനീഷ് ഇങ്ങനെ വല്ലപ്പോഴേ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് സംസാരിക്കുമ്പോഴേ കാണുമ്പോഴൊക്കെ ഉള്ളത്. അപ്പോഴും അനീഷിന്റെ കയ്യിൽ വലിയൊരു പടം ഉണ്ടാവും. കഴിഞ്ഞ കാണുമ്പോ ലൂസിഫർ ചെയ്തോണ്ടിരിക്കും. ദൃശ്യം 2, ദൃശ്യം 3, ദൃശ്യം 1 എന്തൊക്കെയാണ് ഇത്? ദൃശ്യം ഒരു 10 വരെ ഉണ്ടാവും. അല്ല ഞാൻ ഒരു കാര്യം പറയാം, ആരെയും പറയുന്നത് തമിഴിലൊക്കെ വലിയ അല്ല അത് നമ്മളിങ്ങനെ അല്ല അതിങ്ങനെ കിട്ടുന്ന ഒരു ഭാഗ്യം. അത് അതല്ല, പക്ഷെ ഞാൻ അയ്യോ അല്ല ഒന്നുമില്ല. ഒരു തമിഴ് പടം ഇപ്പം റീസെന്റ് കമ്മിറ്റഡ് ആയി ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അല്ല, നമ്മൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന സാധനത്തിന് നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ലോ. പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ കണ്ടിട്ട് നമുക്ക് അതിനെ പറ്റി കൂടുതൽ പറയുന്നതായിരിക്കും നല്ലത്. അല്ല, നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന അല്ല, അത് വിജയ് സേതുപതിയുടെ ഒരു പടമാണ്. അതാണ് ഏറ്റവും വലിയ പറയരുത്. അപ്പൊ അങ്ങനെ ഒരു സാധനം ഷൂട്ട് നടക്കുന്നുണ്ട്. പടത്തിനെ പറ്റി ഒന്നും പറയാറായിട്ടില്ല, കാരണം അത് അനൗൺസ് ചെയ്തിട്ടില്ല. കൊച്ചുപടം പടമാണ് അത് മാത്രമേ ഇപ്പൊ പറയാറായിട്ടുള്ളൂ. അതെ, സത്യം. അല്ല, ഇപ്പൊ അനീഷന്റെ എമ്പുരാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ അത് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇതും നമ്മളെപ്പോ കാണുമ്പോഴും ഒരു വിജയ് സേതുപടം ഇനിയും കാണുമ്പോഴൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അതെ, എനിക്ക് പറയാം, അത് വിജയിപ്പണം. അതെ അതെ. അല്ല വിഷ്ണു ചേട്ടാ, അപ്പൊ ആ തമിഴിലൊക്കെ ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് ഭയങ്കര സംഭവം അറിയില്ലേ? തമിഴ് സിനിമകളിൽ തമിഴാണല്ലേ, പക്ഷേ തെലുങ്ക് പടത്തിൽ തെലുങ്ക്. മലയാളത്തിന് എങ്ങനെയാ? തമിഴല്ല. ഞാൻ ആക്ച്വലി സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണ്. അപ്പൊ ഞാനൊരു 2 കൊല്ലം ചെന്നൈയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 2013-14 സമയം. ആ സമയത്ത് അങ്ങനെ AD ആയിട്ട് വർക്ക് ചെയ്തതിന്റെ ഒരു തമിഴ് എക്സ്പീരിയൻസ് പഠിച്ചിട്ടുണ്ട് അവിടെ നിന്നിട്ട്. നമ്മൾ AD ആയിട്ട് നിൽക്കുമ്പോഴാണല്ലോ ഈ ലൊക്കേഷൻ കാണാൻ പോകണം സാറിൻ്റെ കൂടെ, പിന്നെ ആൾക്കാരെ ക്രൗഡ് കൺട്രോൾ ചെയ്യണം. അപ്പൊ ഇവരുമായിട്ട് അങ്ങനെ ഒരു എൻഗേജ്മെന്റ് ഫാക്ടർ അവിടെ നാട്ടുകാരുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ തമിഴ് സിനിമ സജീവമായിട്ട് കണ്ടാൽ തന്നെ നമുക്ക് തമിഴ് ഭയങ്കരമായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് ജിഗിർദണ്ഡ ആണ് ചെയ്തത്. അപ്പൊ കാർത്തിക് സാറിന്റെ പടമാണ്. അപ്പൊ അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് വരാൻ നേരത്ത് നമുക്ക് മുന്നേ സ്ക്രിപ്റ്റ് കിട്ടുകയും അതിൽ ജിഗിർദണ്ഡയിൽ ഒരു ആക്ടിങ് ട്രെയിനർ ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പൊ നമുക്ക് കുറച്ചുകൂടെ പിന്നെ മലയാളി അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു മച്ചാൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ഇംഗ്ലീഷിൽ തമിഴ് എഴുതി തരുമ്പോൾ നമുക്ക് അത് റിഫൈൻ ചെയ്ത് പഠിച്ച്, ഇവര് കുറച്ചുകൂടെ വലിയ മേക്കേഴ്സ് ആകുമ്പോഴത്തേനും നമുക്ക് അത് ഭയങ്കരമായിട്ട് പേഴ്സണലി നമുക്ക് പഠിക്കാനുള്ള കുറെ ഗുണങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് നമ്മളെ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ വിജയ് സേതുപതി പടമാണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും നമ്മളെ കൊണ്ട് മുന്നേ കൊണ്ടുവന്ന് സീൻ തന്ന് അത് പെർഫോം ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് അവർ കണ്ട് അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വന്നേ. 2 പടമാണെങ്കിലും അപ്പൊ അങ്ങനെ അപ്പൊ ആദ്യം മുതലേ നമ്മൾ ഈ പ്രോസസ്സിൽ കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ലിജോ മോളുടെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പം ലിജോയ്ക്ക് തമിഴ് വായിക്കാൻ അറിയാം. ലിജോയ്ക്ക് തമിഴ്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ ലിജോ പറഞ്ഞ അത് ജയ്ബീമിന്റെ സമയത്ത് അവര് പഠിപ്പിച്ചതാണ്. അതായത് നിങ്ങൾ ഇനിയും ചിന്തിക്കുമ്പോൾ തമിഴ് ചിന്തിക്കണം, അന്നേരം നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തമിഴ് പഠിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അവളെ ആക്ടിങ് ട്രെയിനിങ്ങിന്റെ സമയത്ത് എല്ലാ ദിവസവും അവളെ നടിപ്പിച്ചിട്ട് തമിഴ് ഉറക്കെ വായിപ്പിക്കുകയാണ്. അവർക്ക് ഇതിന് ജയ്ബീമിൽ അവിടെ പോയി താമസിക്കുകയും അതൊരു ഇന്റൻസ് പരിപാടി ഉണ്ടായിരുന്നു. പ്ലസ് കൂടെ ഇരുത്തി അവരിങ്ങനെ പഠിപ്പിച്ച് ഇങ്ങനെ വായിക്കുക. അതുപോലെ ഡബ് ചെയ്യുന്ന സമയത്തും ലിജോ പറയുന്ന ഫുൾ മൂവി 5 വട്ടം ഡബ് ചെയ്തിട്ടുണ്ടെന്നാണ്. 5 വട്ടം ഫുള്ള് പടം ഡബ് ചെയ്തിട്ടുണ്ടെന്ന്. അതിനെ തീർത്തിട്ട് പോകും. അണ്ടർ ലിജോ ഒന്നുകൂടെ വന്നേ എന്ന് പറഞ്ഞിട്ട് ഫുൾ ഒന്നുകൂടെ ചെയ്യും. അങ്ങനെ 5 വട്ടം ഫുൾ പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോ പിന്നെ പഠിച്ചിട്ടില്ലല്ലോ. അങ്ങനെ അല്ല, ഞാൻ ജീരതണ്ട ചെയ്യുന്ന സമയത്തും ഞാൻ ഡബിങ്ങിന് പോയപ്പം മറ്റേ ഇപ്പൊ നമ്മളെപ്പോഴും ഈ തമിഴ് ചെയ്യുന്ന സമയത്തുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ രീതിയിലാണ് നമ്മൾ തമിഴ് വാക്കുകൾ റെൻഡർ ചെയ്യുന്നത്. നമ്മുടെ ഈ തമിഴ് ഭാഷയും മലയാളം ഭാഷ എടുക്കുമ്പോൾ നമ്മുടെ ഭാഷയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം ബേസിലാണ് നിർത്തുന്നത്. എന്തുണ്ടടാ, സുഖമാണോ, ഇതൊരു ഇന്റർവ്യൂ ആണ്, എല്ലാം ബേസിലാണ് ഡ്രോപ്പ്. പക്ഷെ തമിഴ് അങ്ങനെയല്ല. തമിഴ് എന്നെ പண்றீங்க, അതായത് നെയ്സല്ല തീരുന്നത്. എപ്പിടി ഇരിക്കീങ്ക, എന്നെ പண்றீங்க, നല്ല ഇരിക്കീങ്കളാ, എല്ലാം നെയ്സല്ല തീരുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ പറഞ്ഞാലും നമുക്ക് നെയ്സൽ ഡ്രോപ്പുകൾ ഇല്ലാത്തതുകൊണ്ട്, മൂക്കിലൊഴിക്കുന്ന മരുന്നല്ല, നെയ്സലില് നമ്മള് സെന്റൻസ് ഡ്രോപ്പ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ തമിഴ് ഡയലോഗ് പഠിച്ചിട്ട് നമ്മൾ പറയുമ്പോഴും നമ്മൾ എപ്പിടി ഇരിക്കീങ്കേ എന്നായി നമ്മൾ എന്നാണ് നിർത്തണ്ടേ. എപ്പിടി ഇരിക്കീങ്കേ, നല്ല ഇരിക്കീങ്കളാ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ബേസിൽ നിർത്തും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതിന് പണി കിട്ടുന്ന എപ്പോഴാണെന്ന് അറിയോ? ഇതിന് പണി കിട്ടുന്ന ഡബ് ചെയ്യായിരിക്കുമ്പോഴാണ്. ഡബ് ചെയ്യായിരിക്കുമ്പോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഇത് ആക്ച്വലി നമ്മള് സീൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് പറയാം, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യാം, അവർ ഓക്കെയും പറയും. ഡബിന് വന്നിരിക്കാനായിരുന്നു അവർ പറയും ഇത് എനിക്കാണ് മധുര സാങ്ങുമാണ് ഇത് ജീവിതണ്ടാ ചെയ്യുന്ന സമയത്ത്, ഒന്നും നോക്കണ്ട, ഇത് തന്നെ വേണമെന്ന് പറഞ്ഞു, ഇത് തന്നെ വേണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടുപോയില്ലേ. എന്നിട്ട് ഡബിന് വന്നിരുന്ന് കുറെ ടേക്ക് പോയി. സാധനം നമ്മളിവിടെ ആയിരുന്നെങ്കിൽ ഒരു ദിവസത്തെ പണിയേ ഉള്ളൂ ഡബ്. ഞാൻ 3-4 ദിവസം എടുത്ത് ഡബ് ചെയ്ത് അവസാനം പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു മോണ്ടർ ഓഫ് ചെയ്യാൻ പറഞ്ഞു. മോണ്ടർ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് അസോസിയേറ്റ് അവിടുന്ന് പറയും. എന്നിട്ട് അത് ഞാൻ കേട്ടിട്ട് ഇവിടെ നമ്മൾ മറ്റേ മിമിക്രി ചെയ്യുന്ന പോലെ അത് കേട്ടിട്ട് ഞാൻ പറയും. എന്നിട്ട് അതെടുത്ത് ഫ്രെയിമിൽ ലൈറ്റ് ഇട്ടിട്ട് അതെടുത്ത് വെച്ച് നോക്കും. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഓരോ സീനും ഡബ് ചെയ്ത് ഞാൻ പറഞ്ഞു വേറെ ആളെ വെച്ച് ഡബ് ചെയ്തോ, എനിക്ക് പറ്റില്ല. എന്നിട്ട് പിന്നെ പുള്ളി പറഞ്ഞ കാർത്തിക് സാറ് പറയട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ സാറിനെ കാണുമ്പോൾ സാറ് ഓക്കെയാണ്, നല്ല പണിയെടുത്തിട്ടുണ്ടല്ലോ, ഇത് മതി. അങ്ങനെയാണ് ആ പടത്തിൽ വെച്ചത്. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പറയണ്ട, വേറെ ആളെ വെച്ച് ഡബ് ചെയ്തോ, ഞാൻ തിയേറ്ററിൽ വരുമ്പോൾ കണ്ടോളാം. തിയേറ്ററിൽ വന്നപ്പോൾ എൻ്റെ സൗണ്ട് തന്നെയായിരുന്നു. അപ്പൊ ഇതിലും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇതിൽ ഞാൻ കുറച്ചുകൂടെ എക്സ്ട്രാ പണിയെടുത്തു. കാരണം വിജയ് സേതുപതിയുടെ പടമൊക്കെ അല്ലേ, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ പണിയെടുക്കുകയും. ഞാൻ എൻ്റെ ഒരു സ്കൂൾ ഓഫ് ഡ്രാമ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ തമിഴിനാണ്. അപ്പൊ അവൻ്റെ അടുത്ത് പോയി നമ്മൾ ഈ ഡയലോഗുകൾ പഠിച്ച് അവനെ കൊണ്ട് അതിന്റെ മീറ്ററൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു എക്സ്ട്രാ എഫേർട്ട് ഒക്കെ ചെന്നൈ. അത് നോർത്ത് മദ്രാസ് 80s ആണ്. അപ്പൊ അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അപ്പൊ അതുകൊണ്ട് ആ സമയത്തുള്ള ചെറിയ സാധനങ്ങളൊക്കെ പിക്ക് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ എഫേർട്ട് ഇടുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു സാധനം നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നേരത്തെ നമ്മൾ ഈ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കിത് എന്റെ ഒരു സന്തോഷമുള്ളത്. ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടേ നമ്മുടെ റിസപ്ഷൻ വഴി പോകുമ്പോൾ മധുരൈ സംഗീതോത്സവം പോലെ ആയിരിക്കും. എല്ലാരും അല്ല ഇനി ഇതേ വേറെ സീരിയസ്ലി ഞാൻ ഇങ്ങനെ കേട്ടിരുന്ന എന്താ അറിയോ, ഇത് നമുക്ക് എല്ലാവർക്കും അല്ല, നമ്മൾ ആക്ടേഴ്സിന് എല്ലാവർക്കും ഇത് ഭയങ്കര ഇൻഫർമേറ്റീവ് ആണ്. കാര്യം ഞാനിത് ആദ്യമായിട്ട് ഇത് കേട്ട് നമ്മൾ ഈ സിനിമ കണ്ടിട്ട് ഉള്ള തമിഴ് നമ്മൾ പലയിടത്തും പറയും, തമിഴിലേക്ക് സംസാരിക്കും. ചെന്നൈയിലേക്ക് പോകുമ്പോഴത്തേക്ക്
തമിഴ് സംസാരിക്കും. പക്ഷെ ഈ പരിപാടി എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എത്ര നന്നായിട്ട് തമിഴ് പറഞ്ഞാലും ചെന്നൈയിലുള്ളവർ മലയാളികളാ നിങ്ങൾ. അത് ഇതുകൊണ്ടാ ഈ ഡ്രോപ്പ് പോകുന്നോണ്ടാണ്. പൊതുവെ അവിടെ തമിഴ് ആളുകൾക്കുണ്ടല്ലോ, നമ്മള് കറക്റ്റ് തമിഴ് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യം വരും. അത് നീ മിണ്ടായിരുന്നിട്ടാ ചോദിക്കാൻ. എന്റെ അടുത്ത് ആരും ചോദിച്ചില്ലോ അവിടെ. അപ്പൊ അവരുടെ അടുത്ത് എന്തെങ്കിലും പറയണം. അതാണ് ചോദിക്കുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് സത്യം. അതെ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അപ്പൊ പിന്നെ ഇതില് കോമഡി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ശരിക്കും കോമഡി ഡയലോഗ്സ് അല്ലെങ്കിൽ അതുപോലത്തെ കൗണ്ടേഴ്സ് ഒക്കെ ഭയങ്കര സക്സസ് ആവാന്ന് പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ്. പണ്ട് നമ്മൾ പല കോമഡി സീൻസ് അല്ലെങ്കിൽ മിമിക്രി ചെയ്ത ആളുകളുണ്ടായിരുന്നു. ഇപ്പൊ ചേട്ടൻ അറിയുന്നതാണ്. പക്ഷെ ഒരു പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടണമെങ്കിൽ നല്ലൊരു കോമഡി ആയിരിക്കണം. അതെങ്ങനെയാണ് നിങ്ങളൊക്കെ അത് ഒരു ഫലിപ്പിക്കുന്നത്? എങ്ങനെയാണ് കോമഡി? ഇതില് അങ്ങനെയാണ് അതിന് പറയാൻ. ഭീകര കോമഡി എന്ന് പറയാനൊന്നുമില്ല. പക്ഷെ നമ്മളങ്ങനെ വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ പരിപാടികളാണ് എല്ലാരോടും ഡയലോഗ് പറയുമ്പോ എല്ലാരോടും ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് കളിക്കാൻ സ്പേസിലൊക്കെ കഴിഞ്ഞിട്ട് കളിക്കാൻ. അല്ല അത് നല്ലൊരു ചോദ്യം. അല്ല അത് അശ്വന്ത് കോമഡി എപ്പോഴും ഒരു ഡിമാൻഡ് ആയിട്ട് മാത്രമേ വിജയിക്കുള്ളൂ. അത് നമ്മൾ ഒരു സീനിൽ ചിലപ്പോൾ നമുക്ക് ഡയലോഗ് പറയാനില്ല എന്ന് വിചാരിച്ചു നമ്മൾ അവിടെ എന്തെങ്കിലും അഡീഷൻ ഇട്ട് കഴിഞ്ഞാൽ അത് മേ ബി സക്സസ് ആവണമെന്നൊന്നുമില്ല. ഒരു എക്സ്പ്രഷൻ കൊണ്ടുപോയാലേ നമുക്ക് കോമഡി ജനറേറ്റ് ചെയ്യാം. അപ്പൊ ഒരു ഡിമാൻഡേക്ക് ഉള്ള ഒരു കോംബോ ഒരു ടീമിനകത്ത് മാത്രമേ ഒരു നല്ല കോമഡി നമുക്ക് പ്രേക്ഷകരെ ആസ്വദിക്കാൻ പറ്റൂ എന്നാണ് എനിക്ക്. അതെ തീർച്ചയായും. പറഞ്ഞ പ്രേക്ഷകരെല്ലാം ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പണ്ട് കാലം തൊട്ട് നമ്മൾ പലതരം കോമഡികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അത് ഫലിപ്പിക്കാൻ പറഞ്ഞ വലിയൊരു കാര്യമാണ് ഇപ്പത്തെ ഒരു സാഹചര്യത്തില്. അതാ ഞാൻ ചോദിക്കാൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ അറിയോ, ഏത് നമ്മൾ വിചാരിക്കാത്ത ഹ്യൂമർ ആയിരിക്കും തിയേറ്ററിൽ എടുക്കുക. നമ്മളിപ്പം ഇപ്പൊ നമ്മളിരുന്ന് പറയുമ്പോൾ ചിലപ്പോ നമ്മൾ ചിരിക്കുന്ന ചില സാധനം ആൾക്കാർ ചിരിക്കണമെന്നില്ല. എന്നാൽ നമ്മൾ ഇതില് ചിലപ്പം ഈ പറയുന്നതിന്റെ ഇടയിൽ ഒന്നും മിണ്ടാതിരിക്കുന്ന ഇവളിടുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടാകും. അതായിരിക്കും അവർക്ക് പെട്ടെന്ന് ജനറേറ്റ് ആകുന്നത്. അതുകൊണ്ട് ഇത് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ഈ ഹ്യൂമർ ഇപ്പൊ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ കോൺട്രിബ്യൂഷൻ ഒക്കെ ഇടും. ആ സാധനം ആദ്യം നമുക്ക് നമ്മുടെ കൂട്ടത്തിരിക്കുന്ന ഒരു ചിരി വരണമെന്ന് നോക്കണം. എങ്കിലേ അവിടെ ചിലപ്പം 1% ചിരി വരാൻ സാധ്യതയേ ഉള്ളൂ അതില്. അല്ല ഇതിൽ എനിക്ക് തോന്നിയ അതിന് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇതിന്റെ അകത്ത് അലിഖിതമായ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഹരീഷ് കണാരൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ആ ഹ്യൂമർ പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ അലിഖിതമായി ഒരു ഇഷ്ടം ആൾക്കാർക്ക് ഉണ്ടാവും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഇഷ്ടത്തിന് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ആൾക്കാർക്കൊക്കെ തോന്നുന്നതാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പൊ ഈ ഹൃദയം ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങളുടെ പ്രേമി പത്മിനി നമ്മുടെ ഏത് പടത്തിലും ചക്കപ്പഴം ഒക്കെ എടുത്താലും എന്തിനാണ് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നത് അറിയില്ല. പക്ഷെ ആ ഒരു സാധനം ഉണ്ട്. അത് ഭയങ്കര ഇതായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അപ്പം കാരണം നമ്മളെ ഇഷ്ടം ആൾക്കാർക്ക് ഇഷ്ടമാവും. അപ്പൊ അങ്ങനെ ഇഷ്ടം വരുത്താൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മൾ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല. അതൊന്ന് ചിലപ്പോ ഈ ഒരു കാരണങ്ങളും ഇല്ലാതെ ചിലരുടെ ഇഷ്ടക്കേടുള്ള ആൾക്കാരാണ്. അവര് കോമഡി ചിരിക്കും. പക്ഷെ അല്ലേ, അത് സത്യം. കാരണങ്ങളില്ലാതെ ചിലരെടുത്ത് ഇഷ്ടക്കേട് പറയും. നമ്മളിപ്പോ ഇരുന്നിട്ടെങ്കിലും സിനിമ കണ്ടിട്ട് നമുക്ക് വളരെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരിക്കും, ആൾക്കാർക്ക് ഇഷ്ടമുള്ള ആളായിരിക്കും. ചില ആൾക്കാർക്ക് ചില ആൾക്കാർ ഇഷ്ടമല്ല. അപ്പൊ അവര് എനിക്ക് ആ പുള്ളി ഇഷ്ടമല്ല, ആ പുള്ളി നിന്റെ നല്ല കോമഡികളാ പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. അല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇത്ര ആൾക്കാരും ഹ്യൂമറുകളിൽ പല സ്ഥലങ്ങളിലും വിജയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അത് എനിക്ക് തോന്നിയൊരു അത് ഭയങ്കര ബ്ലെസ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു ഇഷ്ടം വന്നത് അതിനുവേണ്ടി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് അറിയില്ല ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്താ ചെയ്യേണ്ടതെന്ന്. അല്ലെ, നമുക്ക് എന്നൊരു ഹരീഷേട്ടൻ പറഞ്ഞിട്ടില്ല, എടാ നമ്മൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചിരിച്ചിട്ടുണ്ടോ? അല്ലെ, നമ്മളൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെയോ അവർക്ക് ഇഷ്ടമായതാണ്. ആ ഇഷ്ടം കുറെ നാൾ നിലനിൽക്കും. നമുക്ക് പുറത്ത് വരുമ്പോഴും ഒക്കെ നമ്മുടെ അടുത്തുള്ള എല്ലായിടത്തും നമ്മൾ ഇന്നിപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ നമ്മുടെ അടുത്ത് പെരുമാറിയത് നമുക്ക് ഇഷ്ടംപോലെ എൻകൗണ്ടേഴ്സ് ഉണ്ടാവും. അതൊന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും എപ്പോഴോ നമ്മുടെ ലൈഫിൽ കയറി കൂടിയ ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് നമുക്കറിയില്ല. അത് നമുക്ക് ഒരാളത്ത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഇപ്പൊ 2 പേര് ഇരുത്തിയിട്ട് ഒരു ഹ്യൂമറിന്റെ കൗണ്ടർ ഞാൻ അഖിലിനെ ഇങ്ങനെ പിടിക്കുക, ഞാനിങ്ങനെ ഞെക്കുമ്പോൾ നീ കൗണ്ടർ പറയണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ഞെക്കാൻ പറ്റില്ല. അത് നമ്മുടെ ബോഡിയിൽ കയറി കൂടിയത് എപ്പോഴാണ്. ആ കൗണ്ടറിൽ ചിലപ്പം പോട എന്നായിരിക്കും, അല്ലാതെ വലിയ ഹ്യൂമറോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് സാധനമൊന്നുമില്ല. ആ പോടയ്ക്ക് ചിരി വരും. അല്ലെ, ശരിയല്ലേ? പോട എനിക്കറിയില്ല എടാ എന്ന് പറയുമ്പോ പോട ആ സമയത്ത് പറയണം. അതെ അതെ. അത് അതിന്റെ ഇടയ്ക്ക് ഒരു ടൈമിംഗ് ഉണ്ട്. ഒരു എവിടെയോ കിടക്കുന്ന ഒരു സാധനം ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് ടൈമിംഗ് അഭിനയത്തിൽ എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷെ ഹ്യൂമറിൽ അത് ഭയങ്കരമായിട്ട് ഭയങ്കര
അവതരിപ്പിക്കാൻ തന്നെ വലിയ പണിയാണ്. കഴിവ് അതെ 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 അതെ. അത് ഇപ്പൊ പണ്ട് തൊട്ടേ നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവാറുണ്ടോ സിനിമയിൽ? പണ്ട് നമ്മൾ പറയാറുണ്ട് പല ഹിറ്റ് കോമഡികളിലും അതിലത്തെ നായകന്മാരുടെ സഹതാരങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഏതെല്ലാം സിനിമകളിലൊക്കെ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഹ്യൂമറിൽ അങ്ങനെ ഉണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു റൈറ്ററിന് നമ്മുടെ ബെസ്റ്റ് എന്താണെന്ന് അറിയില്ലല്ലോ. നമ്മൾ വേണ്ട അത് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പൊ ഹ്യൂമർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായാലും കോൺട്രിബ്യൂട്ട് ചെയ്യണം. എന്നാലും എഴുതി വെച്ചതിനേക്കാളും മേലിൽ ഒരു സാധനം ഡെലിവറി ചെയ്തെങ്കിൽ മാത്രമേ അത് സ്ക്രീനിൽ. നമ്മുടെ ഈ മൂവിയിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ മൂവിയിൽ ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് നമ്മൾ റിഹേഴ്സൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ഇടുന്ന സാധനങ്ങളൊക്കെയാണ്. അങ്ങനെയുണ്ട്, സ്ക്രിപ്റ്റിലുള്ളതുണ്ട്. അതുപോലെ റാഫിക്ക് ഇപ്പൊ തലവര മൂവി അല്ല സോറി അതെ തലവര അല്ല അല്ല അവളേതാ പടം എന്നറിയില്ലല്ലോ. പറയാൻ പറഞ്ഞാൽ നമുക്കറിയാം. തടവറ എന്നാണ് പറഞ്ഞത്. തലവരല്ലേ മൂവി? ഒരു മൂവീസ് ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഈ ഒരു മിനി സ്ക്രീനിങ് വന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ആക്ടിങ് ഇത് വന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര വ്യത്യാസമല്ലേ? ചെറിയ സ്ക്രീനിൽ നിന്ന് വലിയ സ്ക്രീനിലോട്ട് ഭയങ്കര ഡിഫറൻസ് ആണ്. പിന്നെ നമ്മൾ അവിടെ 4 വർഷമായിട്ട് ഒരു കാറ്റഗറി ഒരു കഥാപാത്രം പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ വരുമ്പോൾ വ്യത്യസ്തമായിട്ട് കഥാപാത്രം കിട്ടുന്നു. അതിന്റെ ഒരു വലിയ ലാർജ് സ്കെയിലില് പരിപാടികൾ കാണുന്നു. വേറെ വലിയ വലിയ ആർട്ടിസ്റ്റുകൂടെ വർക്ക് ചെയ്യാൻ പറ്റണു. അതൊക്കെ ഭയങ്കര ചേഞ്ച് തന്നെയാണ്. അതാണ് ഈ ഭൂതവും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു മൂവി എനിക്ക് കണ്ടപ്പോ മനസ്സിലായി. ട്രെയിലർ കണ്ടപ്പോ ഇപ്പൊ ഇത് തിയേറ്ററില് ശിശുദിനത്തിന് അത് വരാൻ പോവാണ്. അപ്പൊ വലിയൊരു വിജയമായി തീരട്ടെ. നിങ്ങളുടെ കോമഡി ഒക്കെ എല്ലാവരും കണ്ട് നന്നായി ചിരിക്കട്ടെ. നിങ്ങൾ ഇനിയും നല്ല കഥാപാത്രങ്ങൾ എല്ലാവർക്കും വരട്ടെ. ഞാൻ താങ്ക് യു. 14 സിനിമ പോയി കാണണം അല്ലേ? പോയിട്ട് ശനിയാഴ്ച വരാം. പറഞ്ഞു പോയി. ഞാൻ വിചാരിച്ചത് ഇത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്